ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല ക്ലീനിങ്ങിലുള്ള ഒരു ടിപ്സിനെ കുറിച്ചാണ്. ഇതിപ്പോൾ എല്ലാവരും ഇപ്പം വീടെല്ലാം ക്ലീൻ ചെയ്യുന്ന ടൈമായിരിക്കും. നോമ്പായതുകൊണ്ട് ഒരു പ്രത്യേകിച്ചിട്ടുള്ളൊരു ക്ലീനിങ് ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ ടൈമാണല്ലോ ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഇട്ടിരുന്നത്. ഇത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ രാവിലെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ആ ഓറഞ്ചിൻ്റെ നല്ല സ്മെല്ല് വരും. ഇല്ലെങ്കിൽ ഒരു 2-3-4 മണിക്കൂർ ഇട്ട് വെച്ചാലും മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഒരു 4-5 ടേബിൾ സ്പൂൺ തന്നെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഈ വിൻഡോ അതിൻ്റെ ഗ്ലാസ്സൊക്കെ തുടച്ചെടുക്കാനും അതുപോലെ ഡോറൊക്കെ തുടച്ചെടുക്കാൻ അതിനൊക്കെ നല്ല ഉപകാരം ഉള്ളതാണ് ഇത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൽ എല്ലാം തുറന്ന് വെച്ചിട്ട് അതിൻ്റെ പൊടിയൊക്കെ ശരിക്കൊന്ന് കളയുക. ഇതുപോലെ പൊടി തട്ടി മാറ്റിയാൽ മതി. ഇതുപോലെ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ടവലെടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ നന്നായി ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് അത് നല്ലോണം പിഴിഞ്ഞെടുത്തതിന് ശേഷം വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞിട്ട് നമുക്കിതുപോലെ എല്ലാം തുടച്ചെടുക്കാം കേട്ടോ. നല്ല വൃത്തിയായിരിക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ തുടച്ചെടുത്തിട്ട് നമുക്ക് ഈ പൊടിയോടെ വീണ്ടും ആ വെള്ളത്തിൽ കൊണ്ടിടാണ്ട് സാധാരണ നമ്മളെ പൈപ്പിൽ വേറെ വെള്ളം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ പൊടിയും ചളിയൊക്കെ കളഞ്ഞതിന് ശേഷം വീണ്ടും ആ വെള്ളത്തിൽ തന്നെ മുക്കിയെടുത്തിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ആ വെള്ളം പെട്ടെന്ന് ചളി പിടിച്ച പോലെ ആവുമല്ലോ. അപ്പോൾ ഞാൻ വിൻഡോ എല്ലാം തുടച്ചെടുത്ത് അതിൻ്റെ ഗ്ലാസ്സൊക്കെ തുടച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഇതുപോലെ നല്ല ഈ പൊടിയെ എല്ലാം നല്ല ക്ലീനായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ തുടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ തുടച്ചെടുത്തതിന് ശേഷം നിങ്ങൾ നോക്കണം. ഇതിപ്പോൾ ഗ്ലാസ് തുടക്കുന്നത് ഇതിപ്പോൾ തുടക്കാത്ത ഗ്ലാസ്സാണ് കേട്ടോ. വിൻഡോൻ്റെ ഇതിപ്പോൾ തുടച്ചെടുത്തതാണ്. കാണുമ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുമല്ലോ. നല്ല ക്ലിയറായിട്ട് വരും കേട്ടോ. ഇനിയിപ്പം വേണമെങ്കിൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൽ മുക്കിയിട്ടും ഈ ഗ്ലാസ്സൊക്കെ തുടച്ചാലും നല്ല വൃത്തിയാണ് കേട്ടോ. ഇതുപോലെ നല്ല തുടച്ചെടുത്തതിനായിട്ട് നല്ല വൃത്തിയിലായി കാണുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ഞാൻ തുടക്കാത്ത ഗ്ലാസ്സാണ്. അതുപോലെ ഇപ്പോൾ ഈ മെയിൻ ഡോറാണ് കേട്ടോ. ഈ ഡോറിനും നന്നായി കച്ചറ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഈ കറുപ്പ് കാണുന്നില്ല, ഈ കരിമ്പിൽ പിടിച്ച പോലെ അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തതാണ്. അപ്പോൾ തുടക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വൃത്തിയായിട്ട് വരുന്നത്. അതൊക്കെ തുടക്കുമ്പം തന്നെ അത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെന്ന് കരുതിയാണ് ഞാൻ ഇത് വീഡിയോ എടുത്തത്. ഇതിപ്പോൾ ഡോറിൻ്റെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ തുടച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനിപ്പം ഡോറിൻ്റെ ഒരു ഭാഗം ഫുള്ളും തുടച്ചെടുത്ത് മറ്റേ ഭാഗം തുടക്കണത്ര. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇനിയിപ്പോൾ 2 ഡോറും തുടച്ചെടുത്തതാണ്. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കാണുന്നില്ലേ, നല്ല വൃത്തി. അതുപോലെ നല്ല സ്മെല്ലായിരിക്കും. ഓറഞ്ചിൻ്റെ ആ സ്മെല്ലെല്ലാം ആയതുകൊണ്ട് നല്ല പോളിഷ് ചെയ്തതുപോലെ നല്ല തിളക്കവും നല്ല വൃത്തിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഗ്ലാസ്സൊക്കെ കാണുന്നില്ല, നല്ല വൃത്തിയാണ്. നമ്മൾ റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് ഭയങ്കര പൊടിയാണ് വീട്ടിലെപ്പം. അപ്പോൾ നല്ല ക്ലിയറായിട്ട് അത് വൃത്തിയായി കിട്ടും. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സിങ്കാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ വർക്ക് ഏരിയയിൽ ഇട്ടതാണ്. ഒരു 12 വർഷത്തോളമായി ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല ഉപകാരമുള്ള സിങ്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമുക്ക് ചിക്കനും ഫിഷ് ഒക്കെ കട്ട് ചെയ്ത് അതേപോലെ കഴുകി കളയാനും എല്ലാം നല്ല ഉപകാരമുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാനൊന്നുമില്ല. ഇത് വാങ്ങിയിട്ട് അതുപോലെ കൊണ്ടേക്കേ വേണ്ടു. അതിനൊരു പൈപ്പ് ഫിറ്റ് ചെയ്യുന്നതേ ഇല്ലു കേട്ടോ. ഇതിന് വേണ്ടി വേറൊരു ഇതൊന്നും വർക്ക് ഒന്നും വേണ്ട. ഇത് അതേപോലെ കൊണ്ടുവച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. എല്ലാവരും ഒന്ന് ഈ വീഡിയോ കാണുക.